ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻസിന് വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? നിങ്ങളുടെ ഓവറോൾ എനർജി ലവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? പേഴ്സൻ്റെ ഓവറോൾ എനർജി ഡെവിൽ. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുന്നത് 8 of Cups. എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായത്? Ace of Swordsന്റെ എനർജി. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ടവർ ആണ്. ഈ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 of Pentacles. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? ഇവിടെ ഇൻറ്റൻഷനിൽ സ്ട്രെങ്ത്. ഈ പേഴ്സണിന്റെ ഇൻറ്റൻഷനിൽ എന്താണ്? ഈ പേഴ്സണിന്റെ ഇൻറ്റൻഷനിൽ Page of Swords ആണ്. എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ പോണത് നിങ്ങൾ? Page of Cups. ഈ പേഴ്സണിന്റെ ഫ്യൂച്ചർ ആക്ഷൻ. Ace of Pentacles. ഔട്ട്കം എന്താണ് നിങ്ങളുടെ? ഓക്കെ, അപ്പോൾ സ്കോർപ്പിയോ, ഇവിടെ ഞാൻ കാണുന്നത് ലവേഴ്സ് എനർജിയാണ്. ലവേഴ്സ് എനർജി ഒരു എന്താ പറയുക, ഒരു സോൾമേറ്റ് കണക്ഷൻ എനർജിയാണ്. കുറേ ഒരു സ്ട്രോങ് ഒരു ബോണ്ടിൻ്റെ എനർജിയാണ്, ഒരു അട്രാക്ഷൻ്റെ എനർജിയാണ്, പാഷൻ്റെ എനർജിയാണ്. പക്ഷേ ലവേഴ്സ് ചില സമയത്ത് ഒരു ചോയ്സിൻ്റെ എനർജിയും ആവാം. നിങ്ങളുടെ ലൈഫിൽ രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് ആവാം, അല്ല ഈ റിലേഷൻഷിപ്പിൽ എന്താ വേണ്ടതെന്ന് ആ ചോയ്സ് ആവാം. അപ്പോൾ എന്താണ് ഈ ലവേഴ്സ് എനർജി? ഇവിടെ ജെമിനി എനർജിയാണ് ലവേഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് 9 of Cups ആണ്. നിങ്ങൾ ആക്ച്വലി പ്രേ ചെയ്യണു ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണ് കുറേ ഇഷ്ടമാണ്, ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നാണ് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുള്ളത്. അപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ ഡെവിലാണ്. ഇവർ കുറച്ചൊരു ഒബ്സെസ്ഡ് മാതിരിയാണ് അവരുടെ എനർജി കാണുന്നത്. അവർക്ക് നിങ്ങളെ ഒട്ടും മറക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവരുടെ മനസ്സിൽ തോട്ട്സ് ഉള്ളത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ഒരു ഡെവിലിൻ്റെ സൈൻ ആണ്. എന്താ വെച്ചാൽ അതൊരു അൺഹെൽതി റിലേഷൻഷിപ്പിൻ്റെ എനർജി കാണാണ്ട് ഇവിടെ. പക്ഷെ അവരെന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ ഇതൊരു ബാഗേജ് ആയിട്ട് ഇരിക്കണു. ഈ സിറ്റുവേഷനിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനലി അവരെന്തോ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള തീരുമാനം എടുക്കണു. അപ്പം നിങ്ങളുടെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷനിൽ 8 of Cups ആണ്. ഇതൊരു സെപ്പറേറ്റഡ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കാം, അതല്ല സെപ്പറേറ്റ് ചെയ്യാൻ പോകണ എനർജി ആവാം. അപ്പോൾ ഈ 8 of Cups എന്താണ് ഇവിടെ? 10 of Swords. ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ആരോ ഇവിടെ മറ്റേ പേഴ്സണെ ചതിച്ചു, ഇല്ലച്ചാ ചീറ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. പാസ്റ്റിൽ എന്തോ കാര്യം പുറത്തു വന്നു, ഒരു ക്ലാരിറ്റി വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കണേ. എന്താ വെച്ചാൽ പാസ്റ്റിൽ കാര്യങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയി പോയി. പക്ഷേ അതിലും നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നപ്പോൾ നിങ്ങൾ ഉടനെ ഒരു ആക്ഷൻ എടുത്തു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഒരു സെപ്പറേറ്റഡ് എനർജിയിലേക്ക് പോകണേ. നിങ്ങളുടെ ഫീലിംഗ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ടവറാണ്. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കണേ. എന്തോ മാറ്റം വന്നിട്ടുണ്ട്, വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് ഈ പേഴ്സണെ കുറിച്ച് എന്താ മനസ്സിലുണ്ടായിരുന്നത് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ മാറിപ്പോയി. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്തോ ഇപ്പോൾ ഒരു വേറെ രീതിയിലാണ്. മുമ്പേ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഡെസ്റ്റിൻഡ് എക്സ്പീരിയൻസ് ആയി തോന്നുന്നു. പക്ഷെ നിങ്ങൾ വലിയ മാറ്റങ്ങൾ ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോണത്. മാർച്ച് തൊട്ടിട്ട് ഈ പേഴ്സൻ്റെ ഓവറോൾ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 of Pentacles ആണ്. നിങ്ങൾ ഓൾറെഡി മാരിഡ് ആയിരിക്കാം. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും.
ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലച്ച് ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അവരുടെ ലൈഫിൽ എന്തോ കാര്യങ്ങൾ അവർ സീക്രട്ടായി വെച്ചു, പക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ട്, പക്ഷെ എന്തോ കാര്യം അവർ മറിച്ചിരുന്നു, അവർ നിങ്ങളോട് പറഞ്ഞില്ല. അവർക്ക് ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ സ്ട്രെങ്ത് ആണ്. അപ്പം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറേ ചാലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യാൻ നോക്കണു. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഫാമിലി, കരിയർ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി വരണം എന്നാണ് നിങ്ങൾ നോക്കണത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് സോഡ്സ് ആണ്. ഇവർ നിങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ എടുക്കാൻ നോക്കണു. നിങ്ങൾ രണ്ടാളും നോ കോൺടാക്റ്റിലാണെന്ന് വെച്ചാൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റായി നിങ്ങളെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഇൻഡയറക്ട്ലി എങ്ങനെയാ പറ്റുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ നോക്കണു. അവരുടെ നിങ്ങളുടെ ലൈഫിന് എന്താ നടക്കണേ നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ. ഓക്കെ, എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ? പേജ് ഓഫ് കപ്സ്. ചിലപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പേജ് ഓഫ് കപ്സ് ഒരു എപ്പോളജി ആവാം, മാപ്പ് ചോദിക്കണ എനർജി ആവാം, അതല്ല ഒരു പുതിയ ബിഗിനിങ് ആവാം. നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണ എനർജിയിലാണ്. അപ്പോൾ ഒരു ചാൻസ് എടുത്തിട്ട് നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ എനർജിയും കാണാണ്ട്. ഈ പേഴ്സൻ്റെ ആക്ഷനിലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അവർ ഒരു ഓഫർ തരാൻ പോണു. കുറേ ഒരു സ്റ്റേബിൾ ഓഫറാണ് ഇത്, ലോങ് ടേം ഓഫറാണ്. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു ഓഫർ വരുന്നുണ്ട്, ഉടനെ വരാൻ പോണ എനർജിയാണ് ഇത്. അപ്പോൾ അത്ര ഇപ്പോൾ സമയം എടുക്കില്ല. ഈ സിറ്റുവേഷനിൽ ഇവർ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പോണ സ്ഥിതിയിലായിരിക്കണു. 3 of Wands ആണ് ഔട്ട്കം. അപ്പോൾ 3 of Wands ഞാൻ കാണുന്നത് എന്തോ നിങ്ങൾ രണ്ടാളും പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ ആ ഇംബാലൻസ് ഇപ്പോൾ തീർന്നു. പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് കാണും. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണും, ഒരു പുതിയ റിലേഷൻഷിപ്പ് വരണത് ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റീകൺസിലേഷൻ്റെ സ്ട്രോങ് മെസ്സേജാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവരെന്താണ് വിചാരിക്കണത് അവരുടെ മനസ്സിൽ? ഞാൻ കാണുന്നത് ഇവിടെ ഐ ആം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ആർ കണക്ഷൻ വന്നിരിക്കണു. ഇവിടെ ഐ ഹൈഡ് ബിഹൈൻഡ് മെറ്റീരിയൽ തിങ്സ് വന്നിരിക്കണു. ആൻഡ് ഐ വോണ്ട് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാനിവിടെ കാണുന്ന സൈൻസ് ക്യാൻസർ, ലിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് കുറേ ഉണ്ട്. ക്യാൻസർ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സയൻസ് ഇവിടെ ഞാൻ കാണുന്നത്. പക്ഷേ ഈ സയൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ഞാൻ കാണുമ്പോൾ പറയണു അത്രയേ ഉള്ളൂ. ജെമിനൈ ഉണ്ട്, പക്ഷേ സയൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. മെസ്സേജ് മാച്ചായ സയൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.